അങ്ങനെ ലോകകപ്പ് എന്ന തന്റെ വലിയ നേട്ടത്തിലേക്ക് ജീവൻ നീട്ടിയെടുക്കുന്ന റൊണാൾഡോയാണ് നമ്മൾ കണ്ടത്. ഈ മത്സരത്തിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് റൊണാൾഡോ തന്നെയാണ്. അപ്പോൾ ലോകകപ്പിൽ ഒരു ഗോൾ കൂടി റൊണാൾഡോ നേടിയിരിക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തിന്റെ ആകെ ഗോൾ നേട്ടം, ലോകകപ്പിലെ ഗോൾ നേട്ടം 11 ഉയർന്നിരിക്കുകയാണ്. ഈ ലോകകപ്പിൽ ഇന്നേ വരെ ലോകകപ്പ് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ 6ാമത്തെ ലോകകപ്പാണ്. ഇതുവരെ നോക്കൌട്ട് ഘട്ടത്തിൽ ഒരു ഗോൾ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ആ വലിയ ചീത്തപ്പേര് അത് മാറ്റിയെടുക്കുന്ന റൊണാൾഡോ, അത് തന്നെയാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പെനാൾട്ടി ഗോൾ എന്നൊക്കെ തന്നെ വിമർശകർ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ അധിക്ഷേപിച്ചേക്കാം. പക്ഷേ അങ്ങനെ ഒരു സമയത്ത് പെനാൽറ്റി ഗോളാക്കണമെങ്കിലും അത് വലിയ ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. മുഹമ്മദ് റഹീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിൽ റൊണാൾഡോയ്ക്ക് വലിയ ഒരു കഴിവ് അതുണ്ട്. അത് കണ്ട ഒരു ഗോൾ തന്നെയാണ്. ലിവാക്കോവിച്ചിനെയൊക്കെ തന്നെ ഒരു തരത്തിലും ഒരു ക്ലൂ പോലും കൊടുക്കാതെ അദ്ദേഹത്തിനെ മറ്റൊരു സൈഡിലേക്ക് തള്ളിവിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊണാൾഡോ കൃത്യമായി പന്ത് വായിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ പെനാൽറ്റിയിൽ. ഇനി ഈ ലോകകപ്പിലെ റൊണാൾഡോയുടെ ഗോൾ നേട്ടത്തിലേക്കാണ്. 2026 ലോകകപ്പിൽ 3 ഗോളായി മാറിയിരിക്കുന്നു റൊണാൾഡോയ്ക്ക് എന്നുള്ളത് തന്നെയാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെ 2 ഗോൾ നേടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1 ഗോൾ കൂടി നേടി. അങ്ങനെ മെസ്സിക്കും എംബാപ്പയ്ക്കും ഹാലൻഡിനും ഒക്കെ തന്നെ വെല്ലുവിളിയായി താൻ ഇവിടെയുണ്ട്, ഐ ആം ബാക്ക് എന്ന് പറഞ്ഞാണ് അന്ന് ആ ഇരട്ട ഗോൾ അടിച്ചപ്പോൾ റൊണാൾഡോ വന്നത്. അപ്പോൾ അതുപോലെ വെല്ലുവിളിയായി താൻ ഉണ്ടാകും. അവർ 6 ഗോളുമായി എംബാപ്പയും മെസ്സിയും ഒക്കെ തന്നെ മുന്നിലാണ്. എന്നിരുന്നാൽ പോലും തൊട്ട് പിന്നാലെ പിടിക്കും റൊണാൾഡോ എന്നുള്ളത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.